ഹായ് കൂട്ടുകാരെ, നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് വീണ്ടും കിച്ചണിലോട്ട് കയറിയിരിക്കുക കേട്ടോ. അപ്പം ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടല്ലോ കുറേ പാവയ്ക്ക ഉണ്ടോന്ന്. എനിക്ക് പാവയ്ക്ക കഞ്ഞിയും പയറും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പാവയ്ക്ക കേട്ടോ. പാവയ്ക്ക മെഴുക്കുവരട്ടി. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല കുഞ്ഞ് പാവയ്ക്ക, അതാണ്ട് നല്ല സൂപ്പർ കുഞ്ഞ് പാവയ്ക്കല്ല കേട്ടോ. ഇത് നമുക്ക് അരിഞ്ഞ് കറി വയ്ക്കാം. അപ്പം എൻ്റെ വിരലറ ഇവിടെ ഇരുന്നിടെ കാണാതായിടെ. എന്നാലും വേണ്ടിയിൽ കിട്ടിയ പാവയ്ക്കാരി വിരലറ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അരിഞ്ഞ് വാരി തള്ളി നമുക്ക് കറിയാക്കാം അല്ലേ. ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക. കാരണം ചേട്ടന് അത്ര ഇഷ്ടമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക. കാരണം നമുക്ക് പണ്ട് ഇച്ചിരിയൊക്കെ പുരയിടം ഉള്ളെങ്കിൽ പോലും ഈ പാവലും പയറും ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അമ്മ നല്ല എന്തൊരു കിട്ടിയാലും കൊണ്ടുവന്ന് മണ്ണിൽ കുഴിച്ചിടും. മുളവായാലും വെണ്ടയ്ക്കായാലും വഴുതണങ്ങ ആയാലും. അപ്പം നമുക്കൊന്നും അന്ന് കാശ് കൊടുത്ത് മലക്കറി ഐറ്റങ്ങൾ വേടിപ്പോ ഒന്നും തന്നെ ഇല്ല. അന്നങ്ങനെ മലക്കറി വേടിപ്പൊന്നും ആരും ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെതായുള്ള സാമ്പത്തികം ഒട്ടും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു പച്ചക്കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചീര, ഇതുപോലെ പാവയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എവിടെ കിട്ടിയാലും. പക്ഷേ നമ്മുടെ പണ്ടത്തെ പാവയ്ക്കയുടെ ടേസ്റ്റൊന്നും ഇപ്പോഴത്തെ പാവയ്ക്കൊന്നും ഇല്ല. അന്നൊക്കെ വളമൊന്നും ഇല്ലല്ലോ. അന്നൊക്കെ ചാണകപ്പൊടിയും കോഴിക്കാരും ഒക്കെ ഇട്ടുള്ള കൃഷിയായിരുന്നു. ഇന്ന് അങ്ങനല്ലല്ലോ. ഇന്ന് നമ്മുടെ പുരയിടത്തിലെല്ലാം വരവ് വളങ്ങളൊക്കെ വാരിയിട്ടപ്പം നമുക്ക് എന്താ പറയുന്നത്, ഓരോ സാധനത്തിനും അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസമുണ്ടല്ലേ. അതാ. അപ്പം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഉടനെ അടുക്കളയിൽ അരിച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പോയി അങ്ങ് കുളിക്കാമെങ്കിൽ പിന്നെ ജോലി അങ്ങ് തീരുമല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് ശകലം ഉപ്പ് പുരട്ടി അങ്ങോട്ട് വെക്കും. വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് അഥവാ കയ്പ്പ് മാറണം. എനിക്ക് കയ്പ്പ് ഇഷ്ടമാണ്, പക്ഷേ ചേട്ടന് അത്രത്തോളം കയ്പ്പ് ഇഷ്ടമല്ല. ഇതെനിക്ക് വറുത്തെടുക്കാമെന്ന് വിചാരിക്കുമോ ഞാൻ കേട്ടോ. ഉള്ളി ചേർക്കാതെ പച്ചമുളകും ഈ പാവയ്ക്കയും കൂടി ഇട്ട് ഉപ്പ് പുരട്ടി വെച്ചിട്ട് ഇച്ചിരി കഴിയുമ്പോൾ ഇത് ഇച്ചിരി കഴിയുമ്പോൾ നീരങ്ങ് ഇറങ്ങും. അപ്പോൾ ആ കയ്പ്പെല്ലാം അതിലങ്ങ് മാറും. എവിടെയൊന്നും വേണ്ട, ഊറി വരുന്ന കയ്പ്പൊന്ന് കളഞ്ഞിട്ട് നല്ല എണ്ണ ഇങ്ങോട്ട് ചൂടാക്കി വാരിയിട്ട് പച്ചമുളകും ഈ പാവയ്ക്കയും കൂടെ അങ്ങോട്ട് വറുത്തെടുക്കണം. വറുത്തെന്ന് പറഞ്ഞാൽ അടാറ് ടേസ്റ്റാണ് കേട്ടോ. ചട്ടിയിലിട്ട് കുറച്ച് എണ്ണയ്ക്കകത്തിട്ട് വരട്ടി 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 ഫ്രൈ ആക്കി എടുത്താലും സൂപ്പറാണ്. എന്നിരുന്നാലും ഇതും അടിപൊളി സൂപ്പറാണ് കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് സ്പെഷ്യൽ പാവയ്ക്ക കേട്ടോ. നമുക്ക് പാവയ്ക്ക എഴുക്കുരട്ടിയൊക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ, എങ്ങനെയാണ് ഞാനിത് ഫ്രൈ ആക്കി എടുത്തിരിക്കുന്നതെന്ന് കേട്ടോ. അപ്പോൾ ഇത് ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, പാവയ്ക്കയും പച്ചവളം കൂടെയുള്ള ഫ്രൈ ആട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ. നല്ല ഫൈനായിട്ടുള്ള പച്ചമുളക് നമ്മുടെ നാട്ടിൽ പോലും കിട്ടില്ല. ഇത് ഇവിടെ സോഹാർ പോകുമ്പോൾ റോഡ് സൈഡിൽ ഹിന്ദിക്കാർ തന്നെ കൃഷി ചെയ്ത് പറിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാട്ടോ. കടയിൽ നിന്നല്ല, റോഡ് സൈഡിൽ നിന്ന് മേടിക്കുന്നത്. നമ്മുടെയൊക്കെ ചന്തകളിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ അമ്മച്ചിമാരിട്ട് വയ്ക്കത്തില്ല, അതുപോലത്തെ കൊച്ചു മുളവാണ്. ഇതാണ് അടിപൊളി ടേസ്റ്റാണ്. ഇതും കൂടെ നമ്മൾ ഈ പാവയ്ക്കകത്ത് കീറിയിടും കേട്ടോ. പാവയ്ക്ക ഫ്രൈക്കുള്ള പച്ചമുളകും പാവയ്ക്ക അരിഞ്ഞ്. അപ്പോൾ ഇനി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുറച്ച് ഉപ്പ് പരട്ടി അങ്ങ് വയ്ക്കാം കേട്ടോ. എന്നിട്ടൊരു കുറച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ നീര് വന്നിരിക്കും. നല്ല കയ്പ്പ് അങ്ങ് ഇറങ്ങി പിഴിയൊന്നും വേണ്ട. ഇറങ്ങി ഊറിയിരിക്കുന്ന കയ്പ്പം കളഞ്ഞിട്ട് നല്ല ചൂടെണ്ണയിലോട്ട് വരിയിട്ട് കൊടുത്താൽ നല്ല ഫ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വറുത്തിട്ടൊക്കെ കാണിക്കാം. ഇനി ഇതിങ്ങനെ വെച്ചേക്കും. അപ്പോഴേ നമ്മളെ അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്ക ഫ്രൈ ആക്കാം കേട്ടോ. പാവയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചിട്ട് ഞാൻ പോയി കുളിക്കാൻ. എല്ലാ ജോലിയും നടക്കണ്ടേ, അപ്പോൾ നമുക്ക് ഫ്രൈ ആക്കാം. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പി വെച്ചൊക്കെ നമ്മൾ എത്രയും ഫ്രൈ ആക്കാനായാലും മെഴുക്ക് പുരട്ടിക്കായാലും ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചട്ടി മേടിച്ച് വെച്ചേക്കണം കേട്ടോ. ഇരുമ്പിൻ്റെ അംശം ശരീരത്തിൽ ചെല്ലണം എന്നൊക്കെ പറയത്തില്ലേ, ഏറ്റവും പറ്റിയൊരു സാധനമാണ് ഈ ഇരുമ്പിൻ്റെ ചട്ടി കേട്ടോ. അപ്പം ഉണ്ടാക്കാനായാലും അതുപോലെ മെഴുക്ക് പുരട്ടി വയ്ക്കാനായാലും ഒക്കെ തന്നെ കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ തുള്ളി വെള്ളം ഇങ്ങനെ ഊറി ഊറി വരുമെന്ന് കേട്ടോ. അപ്പോൾ ഇത് കണ്ടമാനം വെള്ളമൊന്നും ഇല്ല ഊറി പോകാൻ കേട്ടോ. കുറേ ഞാൻ ഊറ്റി കളഞ്ഞ് ഇതുപോലെ ഇരിക്കുകയാണ്. ഉപ്പൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമ്മൾ ചൂടെണ്ണയിലോട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി അത് ഈ എണ്ണ കിടന്ന് ഒരുപാട് എണ്ണയ്ക്കകത്ത് മൊത്തത്തിൽ ഇട്ട് വറുത്ത് പോരുമല്ല. അപ്പോഴേ നമ്മുടെ പാവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്, കാണണ്ടേ. ഇതാണ് നമ്മുടെ പാവയ്ക്ക ഫ്രൈ കേട്ടോ. അപ്പം ഇത് നമുക്ക് ഈ ഇരുമ്പിൻ്റെ ചട്ടിയിലായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മൂത്ത് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഇത്തിരി പാവയ്ക്ക ഫ്രൈ എടുത്തിട്ട് ഇത്തിരി ചമ്മന്തിയും
ഇച്ചിരി അച്ചാറും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അടിപൊളി കോമ്പിനേഷനാണ്. ഒരു പൊതിച്ചോറ് കൊടുത്തു വിടാനും കറി ഒന്നും ഇല്ലാത്തവർക്കും ഒരു പാവയ്ക്ക ഉണ്ടെങ്കിൽ ഇതേപോലെ വറുത്തിട്ട് ഇത്തിരി ചമ്മന്തി ഇത്തിരി തൈരും കൂടെ കൊടുത്തു വിട്ടാൽ ഇതേപോലെ നാച്ചുറലായ ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അപ്പം എൻ്റെ പാവയ്ക്ക ഫ്രൈ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വീണ്ടും കാണാം. ഓക്കെ, ബൈ.